എല്ലാവർക്കും 1000 പുതുവത്സരാശംസകൾ നേരുന്നതിനോടൊപ്പം എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് സ്വാഗതവും ചെയ്യുന്നു. അപ്പോൾ 2023 വിടവാങ്ങിയിരിക്കുകയാണ്, 2024 കടന്നു വന്നിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ലതായി തീരട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2023 എന്ന് പറയുമ്പോൾ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് നഷ്ടങ്ങളും ഒന്നും വരുത്താണ്ട് അങ്ങ് എന്താ പറയട്ടെ ഒന്ന് സമാന്തരമായിട്ട് അങ്ങ് കടന്നുപോയി. അപ്പോൾ 2024 ഞങ്ങൾക്ക് നല്ലതായി തീരട്ടെ എന്നാണ് പ്രാർത്ഥന. പിന്നെ വേറൊരു കാര്യമുള്ളത്, 2023 മാറി 2024 വന്ന് എന്നുള്ളത് കലണ്ടർ മാത്രമേ മാറണുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അതേപടി തന്നെയുണ്ട്. നമ്മുടെ സ്വഭാവം പഴയതുപോലെ തന്നെയാണ്, നമ്മുടെ ബാധ്യതകളും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ കുറേ കാര്യങ്ങൾ 2024 മാറ്റിയെടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ കേട്ടാൽ ചിരി വരുന്ന ഒരു കാര്യമാണ്. എന്ത് റെസൊല്യൂഷൻ എടുത്തിട്ടൊന്നും കാര്യമില്ല. അതിപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മാറണം, നമുക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് നമ്മൾ എവിടെ ചിന്തിക്കുന്നു, എപ്പോൾ ചിന്തിക്കുന്നു അപ്പോൾ തൊട്ട് നമുക്ക് മാറി തുടങ്ങാനായിട്ട് പറ്റും. അതിനിപ്പം വർഷമൊന്നും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ദിവസവും രാവിലെ എഴുന്നേറ്റ് അടിച്ച് തളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായിട്ട് ഇതാ വിളക്കെല്ലാം കത്തിച്ചുകൊണ്ടാണ് ഡിസംബർ 31 ഇന്ന് ഈ ദിവസവും ആരംഭിക്കണത്. അപ്പോൾ ഇനി ഈ വർഷം ഇന്നും കൂടെ മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഈ ദിവസം ഒരുപാട് നല്ല ഓർമ്മകൾ കൊണ്ട് നിറയട്ടെ, നല്ലതായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു രാവിലെ. അപ്പോൾ അരിയൊക്കെ അമ്മ അടുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം വീട്ടിലെ എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാ ന്യൂ ഇയറും എല്ലാ ക്രിസ്മസും ഒക്കെ നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട് കുടുംബക്കാരെല്ലാവരുമായിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ, എല്ലാവരും ഒത്തുകൂടാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല. അങ്ങനെയുള്ള അവസരങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിള്ളേർക്ക് സന്തോഷമാണ്. പണ്ട് നമ്മളും അങ്ങനെയല്ലേ, വെക്കേഷൻ ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഘോഷത്തിന് എല്ലാവരും കൂടെ കുടുംബത്തിലെ പിള്ളേർ സെറ്റൊക്കെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതേ ആഗ്രഹങ്ങൾ നമ്മുടെ മക്കൾക്കും കാണുമല്ലേ. അപ്പോൾ അവർക്ക് കിട്ടേണ്ട സാഹചര്യങ്ങളും അവസരങ്ങളും അവർക്ക് സന്തോഷിക്കാൻ കിട്ടുന്നതൊന്നും നമ്മളായിട്ട് മിസ്സാക്കരുത്. ഒരു ഒത്തുകൂടൽ എന്തുകൊണ്ട് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഗോതമ്പ് ദോശയും ചമ്മന്തിക്കറിയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് രാവിലെ നമ്മളിന്ന് ബാലൻസ് ആക്കണമല്ലോ, അതുകൊണ്ട് രാവിലെ ഗോതമ്പ് ദോശയിലും ചമ്മന്തിക്കറിയിലൊക്കെ ഒതുക്കിയിരിക്കുകയാണ്. എപ്പോഴും ഹെവി ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ന്യൂ ഇയറിന് ഇതുപോലെയാണ്, എല്ലാവരും ഞങ്ങളുടെ വീട്ടിലാണ് ഒത്തുകൂടാറ്. അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒത്തുകൂടലുകൾ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെതാ രാവിലെ നല്ല ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇന്നലെ ഗോതമ്പ് അപ്പം ഉണ്ടാക്കി നോക്കി, ഒരു വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എങ്ങനെ ആവുമെന്ന് അറിയില്ലല്ലോ, ആദ്യമായിട്ട് ചെയ്യണതല്ലേ. പക്ഷേ സംഗതി അടിപൊളിയായിരുന്നു. ഗോതമ്പ് അപ്പവും നല്ല കിഡിലനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഗോതമ്പ് ദോശയുടെ റെസിപ്പി ഇന്നിപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മളൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. പിന്നെ ഡയറ്റ് പ്ലാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, ഗോതമ്പ് ദോശയിലോട്ട് നമ്മളങ്ങ് ചാടി മാറിക്കോളും. ഈ ഗോതമ്പ് അപ്പം ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം, ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് മാവ് നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ളത് കുറച്ച് ചോറും കൂടെ ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് ചോറ്, ഇത്ര മാത്രം ചേർത്താൽ മതി. അത്ര മാത്രമല്ല, കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ചേർക്കണം. നമ്മൾ അപ്പത്തിന് എങ്ങനെയാണോ അരയ്ക്കണത് അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പച്ചരിയുടെ സ്ഥാനത്ത് ഗോതമ്പെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്ന് അരച്ചൊരു അരമണിക്കൂർ മാവൊന്ന് പുളിക്കാനായിട്ട് വെച്ചിരിക്കുമ്പോഴേക്ക് ഈ മാവൊന്ന് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം സോഡാപ്പൊടി മാത്രമല്ല ഈസ്റ്റും ഇടണം. ഞാൻ പറഞ്ഞതിൽ കുറേയൊക്കെ വിട്ടുപോയി, ഒന്നുകൂടി പറയാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പ് മാവ് എടുക്കണം, അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം, കുറച്ച് ചോറിട്ട് കൊടുക്കണം, കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം, ഒരല്പം സോഡാപ്പൊടി, ഇത്രയിട്ട് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഒന്ന് കലക്കി വെച്ചാൽ മതി. അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് നല്ല കിടിലനായിട്ട് മാവൊന്ന് പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണോ അപ്പം ഉണ്ടാക്കണം അതുപോലെ അപ്പം ഉണ്ടാക്കിയാൽ മതി. നല്ല സൂപ്പർ അപ്പമായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഇടാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സംഭവം ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഗോതമ്പ് ദോശയും ചമ്മന്തിക്കറിയൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ ഒരു പച്ചച്ചീര നിൽക്കുകയായിരുന്നു, ഞാൻ കൊണ്ട് നട്ടതായിരുന്നു 2 തൈ. അപ്പോൾ അതിനതാ ഇന്ന് അമ്മ കട്ട് ചെയ്തെടുക്കുകയാണ്. പച്ചച്ചീരയും ചക്കക്കുരുവും കൂടെ ഉണ്ടെങ്കിൽ തോരൻ വെച്ചാൽ കിടിലനാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും
പച്ചച്ചീര ആയിരുന്നാലും അങ്ങനെ തന്നെ. നമ്മൾ ഈ കുപ്പച്ചീര എന്ന് പറയില്ലേ, ഇനി അങ്ങോട്ടൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ കുപ്പച്ചീര, നമ്മളിങ്ങനെ കുപ്പച്ചീര എന്നൊരു പേര് വന്നത് തന്നെ ഇനി കുപ്പയിലൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ്. നമ്മൾ ആരും നട്ടം നനച്ച് ഉണ്ടാക്കണതൊന്നുമല്ല. അത് തനിയെ മഴ പെയ്യുമ്പോഴേക്കും അവിടെ ഇങ്ങനെ പൊന്തി വന്നോളും. ആ ചീരയും നല്ല നല്ല ചീരയാണ്. അതിലും ചക്കക്കുരുവും കൂടെ ഇട്ട് വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ പച്ചച്ചീരയാണ് നമ്മൾ അങ്ങനെ വെക്കാനായിട്ട് പോണത്. പിന്നെ ഞണ്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞണ്ട് കറി വെക്കണം. ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങിയതല്ല, മൂത്ത നാത്തൂൻ വന്നപ്പോഴേക്ക് കൊണ്ടുവന്നതാണ് ഞണ്ട്. അപ്പോൾ ഇനി ഈ പച്ചച്ചീര തോരനും ഞണ്ട് കറിയും ഒക്കെയാണ് ഇന്നത്തെ വിഭവം. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇടയ്ക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കയുടെ കൂടെ കിട്ടിയ ചക്കക്കുരുവാണ്. എനിക്കാണെങ്കിൽ ഈ സംഭവം തൊലിച്ച് ചുരണ്ടി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം വേറെയില്ല. ഭയങ്കര മെനക്കേടാണ്. അതിൻ്റെ തോലൊന്നും ഇങ്ങനെ ഉരിഞ്ഞു വരില്ല. അതുകൊണ്ട് ഞാനിതൊന്നും മെനക്കെടാറില്ല. ചക്ക വെച്ചാലും അമ്മയാണെങ്കിൽ അങ്ങ് ഇരുന്ന് ചക്കക്കുരുവൊക്കെ തൊലിച്ച് ആ ചക്കയുടെ കൂട്ടത്തൊക്കെ ഇട്ടോളും. എന്നിട്ട് അതേപോലെ ചക്കക്കുരു ഉള്ളതിന് അമ്മ ഇങ്ങനെ എടുത്ത് കവറിൽ കെട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ചക്ക സീസൺ ആയപ്പോഴേക്ക് ഫ്രിഡ്ജ് നിറച്ച് ചക്കക്കുരുവായിരുന്നു. അത്രയ്ക്ക് അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മ കളയാണ്ട് വാരി വെക്കും അത്. അപ്പോൾ ആ ചക്കക്കുരു അങ്ങനെ വെച്ചിരുന്നത് കൊണ്ട് ഇന്ന് പച്ചച്ചീരയുടെ കൂട്ടത്തിൽ അതും കൂടെ ഇടാനായിട്ട് പറ്റി. അങ്ങനെ ഇനിതാ അതിനുള്ള തോരത്തിനുള്ള സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു നേരത്തേക്ക് മതിയല്ലോ, ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മതി. ഈ പറയും പോലെ പിള്ളേർ സെറ്റൊക്കെ ഇതൊക്കെ കാണുമ്പോഴേക്ക് നേരെ അങ്ങ് മുഖം തിരിച്ചുകൊള്ളും. അവർക്കൊന്നും ഇതൊന്നും വേണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വൈകുന്നേരം രാത്രി കുറച്ച് ഹെവി ഫുഡ് ആക്കാമെന്ന് വെച്ചതുകൊണ്ട് ബാക്കിയെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി മരിച്ചിനിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പോൾ മരിച്ചിനി ഇനി കറി വെക്കണമെന്ന് പറഞ്ഞാൽ ഉടച്ച് വെക്കണം. ചക്കക്കുരുവും കീരയും കൂടി ഇട്ട് ഒരു തോരനും വെക്കണം. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴറിയാമല്ലോ, എല്ലാം കൂടെ ഭയങ്കര ബഹളമാണ്. ഇപ്പോൾ പിള്ളേരെ വിളിക്കാനേ നേരമുള്ളൂ. കേശു, അനന്തു, കണ്ണ ഇത് എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 3 കൂടെ അടിയോ ആവും. എന്നാൽ 3 ഒരുമിച്ച് ഇരിക്കുകയുള്ളൂ. കണ്ണനാണെങ്കിൽ പിന്നെ ചേട്ടന്മാർ വന്നാൽ കൂടെ അളിയാന്ന് വിളിക്കണേക്കും. അളിയന്മാർ എൻ്റെ അളിയന്മാരെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇനി അവന്മാരാരും വഴക്ക് പറയണതും അടിക്കണതും ഒന്നും അവനിഷ്ടമില്ല. അവനെന്തും ആവാം, കേശുവിന് എന്തും ആവാം. നമ്മളാരെങ്കിലും അവരെ വഴക്ക് പറയുകയൊക്കെ ചെയ്താലും നമ്മൾ അടിക്കാനായിട്ട് വരും കേശു. അതാണ് കേശുവിൻ്റെ സ്വഭാവം. അപ്പോൾ കുഞ്ഞൻ ഞണ്ടായിരുന്നു, പക്ഷെ നല്ല ചതയും ഞണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ സമയത്ത് വയൽ പൂക്കണ സമയമാണ്, വൃശ്ചികം ധനുമാസം. ആ സമയത്ത് ഞണ്ടൊക്കെ വാങ്ങിയാലും നല്ല ചത ഞണ്ടായിരിക്കും എന്നാണ് ഒരമ്മ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. പണ്ടുള്ള ആൾക്കാർക്ക് എല്ലാം നല്ല കറക്റ്റായിട്ട് അറിയാം. ഓരോ കാലഘട്ടങ്ങൾ അവർ പറയണത് കേൾക്കുമ്പോഴും നല്ല രസം തോന്നും. ഈ വൃശ്ചിക ധനുമാസങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞില്ലേ വയൽ പൂക്കണത്. അതെനിക്ക് പുതിയ അറിവായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ സംസാരിക്കുമ്പോഴേക്കും അവർ കൂടുതൽ മലയാള മാസങ്ങളായിരിക്കും പറയണത്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് അതിനെപ്പറ്റി യാതൊരു അറിവും കാണില്ല. മലയാള മാസങ്ങൾ അറിയില്ലെന്നല്ല, അപ്പോൾ ഈ ആ മാസങ്ങളിലാണ് ഇന്ന സംഭവം വരണത്. ഇപ്പോൾ നമുക്കാണെങ്കിൽ അറിയാം, ആറ്റുകാൽ പൊങ്കാല വരുന്നത് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്മസ് വരുന്നത് ഡിസംബറിലായിരിക്കും. പക്ഷെ അവരൊന്നും അങ്ങനെയല്ല പറയണത്. എല്ലാം മലയാള മാസം ബേസ് ചെയ്താണ് പറയണത്. അതൊക്കെ കേട്ടിരിക്കാൻ നല്ല ഒരു രസമാണ്. ഓരോ കാലഘട്ടങ്ങൾ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം നല്ല ഡേറ്റ് വരെ ഓർത്തിരുന്ന് പറയും പണ്ടുള്ള ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ഉച്ചയൂടിനുള്ള വിഭവങ്ങളൊക്കെ എല്ലാം തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രാത്രി നമുക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമാണ്. അപ്പോൾ എല്ലാവരും കൂടെ, വേറൊന്നുമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് വട്ടം കൂടിയിരുന്ന് ഒരുമിച്ച് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് കഴിക്കും. ഇത്രയേ ഉള്ളൂ. പിന്നെ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കളിയൊക്കെ കളിച്ച് ഗെയിമൊക്കെ കളിച്ച് അങ്ങ് സന്തോഷമായിട്ട് ആ രാത്രി കഴിച്ചു കൂട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ പോണ സമയത്ത് രാത്രി എല്ലാവരും കൂടി ഇതുപോലെ ഒരുമിച്ചിരുന്നാണല്ലോ കഴിക്കുന്നത്. അതിനെ നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യും ഡിസംബർ 31. അതേപോലെ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി ഇപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയാലോ അല്ലെങ്കിൽ ടൂറ് പോയാലോ മാത്രമേ ഈ ഒരു ഒത്തുകൂടലും രാത്രി എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിരുന്നൊരു വട്ടമേശ സമ്മേളനം പോലെ ഇരുന്ന് ആഹാരം കഴിക്കലൊക്കെ നമുക്ക് വീട്ടിലും നടത്താമല്ലോ, എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമല്ലല്ലോ. അതുകൊണ്ട് ഡിസംബർ 31 എന്നുള്ള ദിവസമാണ് ഞങ്ങൾ ഇതിനെല്ലാത്തിനുമായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെയൊക്കെ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി അത് ക്ലീൻ ചെയ്തെടുക്കേണ്ട ജോലിയാണ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇളയ നാത്തൂനാണ് ചിക്കനൊക്കെ ക്ലീനാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്.
അമ്മ അവിടെ ഉച്ചത്തേക്കുള്ള സംഭവങ്ങളായിട്ട് വീണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ അതിലിതാ വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ആ ഉണക്കിൻ്റെ ഇലയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് നല്ല പീസുകളെല്ലാം ചേമ്പിലയിലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനെ ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് നമുക്ക് കട്ട് ചെയ്യാനൊന്നും അധികം ഇല്ലായിരുന്നു, ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ കൊഴുപ്പൊക്കെ മാറ്റണമല്ലോ, അതൊക്കെ മാറ്റി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ചില സമയത്ത് നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു സ്മെല്ല് പോവാത്തതുപോലെ തോന്നും. അങ്ങനെ ഒരുപാട് വെള്ളത്തിൽ കഴുകി എടുക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊരിക്കാനായതുകൊണ്ട് നാടൻ ചിക്കൻ വാങ്ങിച്ചാലും പറ്റില്ല, അതിന് റബ്ബർ പോലെ ആയിപ്പോവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് വാങ്ങിയത് വെള്ളക്കോഴിയാണ്. 3 വെള്ളക്കോഴി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ മൊത്തം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് അതിനെ ഇനി കഴുകി വൃത്തിയാക്കിയും കൂടെ എടുത്ത് വെക്കാനായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും ഇന്നത്തെ ദിവസം നല്ലതാക്കി തീർക്കണേ, ഇന്നത്തെ ദിവസം എൻ്റേതാക്കി തീർക്കാനായിട്ട് പറ്റണേ എന്നിട്ട് പ്രാർത്ഥനയോടുകൂടി എഴുന്നേറ്റ് നോക്കണം. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തോന്നും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് തൂത്തൊക്കെ വാരി വിളക്കെല്ലാം കത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യണ സമയത്തും ഒന്ന് ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഈ വീഡിയോസ് എടുത്ത് തുടങ്ങിയ സമയം തൊട്ടാണ് മനസ്സിലായത്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആരോടൊക്കെ ഉള്ള ഒരു ദേഷ്യം പോലെയാണ് നമ്മുടെ മുഖഭാവം കണ്ടാൽ തോന്നുന്നത്. നമ്മളിങ്ങനെ മുഖമൊക്കെ വലിച്ചു കെട്ടിയായിരിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരു നെഗറ്റിവിറ്റി അല്ലേ. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? നമുക്ക് വേണ്ടി, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയൊക്കെ അല്ലേ. അപ്പോൾ അതൊന്ന് ആസ്വദിച്ച് ഒന്ന് സന്തോഷമായിട്ട് ഒന്ന് ചിരിച്ചൊക്കെ നിന്ന് ജോലി ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് നമ്മളെ തന്നെ ഒരുപാട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ ഒരു ദേഷ്യഭാവത്തിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളൊന്ന് ജഡ്ജ് ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സമയമില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മളെ കാര്യങ്ങളൊന്ന് ജഡ്ജ് ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഏത് മൂഡിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളെപ്പറ്റിയും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖം അയ്യോ നമ്മളിങ്ങനെ വീർപ്പിച്ചാണല്ലോ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലായാലും ഉടനെ തന്നെ നമ്മളൊന്ന് ചിരിക്കാനായിട്ട് ശ്രമിച്ചു നോക്കണം. നമ്മളൊന്ന് ചിരിക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ ആ ഒരു മൂഡുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ ചാടി മാറും പോലെ തോന്നും. നമ്മൾ പെട്ടെന്ന് ആ മൂഡൊക്കെ നല്ല ഇതായി ഒരു ഹാപ്പി മൂഡിലോട്ട് പോവും. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെ തന്നെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ദിവസം ഫുള്ള് നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനെ അതായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ കാര്യത്തിൽ എന്നെ തന്നെ ഞാനൊന്ന് ജഡ്ജ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കണം. വേറൊരാൾ നമ്മളെ തിരുത്താനായിട്ട് വരണതിനേക്കാളും നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ നമ്മൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് അങ്ങ് മാറ്റാനായിട്ട് നോക്കിയാൽ പിന്നെ നമുക്ക് വേറൊരാളെ സഹായം ഒന്നും വേണ്ടല്ലോ അതിനായിട്ട്. അതുപോലെ നമ്മുടെ കുറവുകൾ നമുക്ക് വേറൊരാളെ പറയുമ്പോൾ ഇഷ്ടപ്പെടുകയുമില്ല. ചിലപ്പോൾ അവർ പറയുന്നത് സത്യമായിരിക്കും, സത്യസന്ധമായ കാര്യമായിരിക്കും, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. പക്ഷെ നമുക്കിനി നമ്മളെ എത്ര പ്രിയപ്പെട്ടവരാണ് അത് പറയണതെങ്കിൽ നമുക്ക് അവരുടെ അടുത്തൊരു ശത്രുത തോന്നും. അപ്പോൾ പിന്നെ നമ്മളിനി എത്ര ജഡ്ജ് ചെയ്താലും നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവുമെന്നില്ല. എങ്കിൽ പിന്നെ നമ്മളെ മനുഷ്യനൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, ദൈവം എന്ന് വിളിച്ചാൽ പോരെ. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാമല്ലോ. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഇങ്ങനെ കാടുകയറി പറഞ്ഞതാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, വെറുതെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇനി ചിക്കനൊക്കെ ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കറി വയ്ക്കണം. അതാണ് കറി വയ്ക്കുകയല്ല, പൊരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ കാണിച്ചത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ കുരുമുളകിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ, ആ സംഭവം നമ്മൾ കളയൂല, ഉണക്കി വെച്ചിരിക്കും. അത് നല്ല എരിവുണ്ട്, അത് പൊടിച്ചാലും. അപ്പോൾ എന്തിനാണ് വെറുതെ കളയണത് അതെല്ലാം. അങ്ങനെ അതൊക്കെ എല്ലാം ഉണക്കി വെച്ചതെല്ലാം എടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കേശു ഇളയപ്പേരം തോളിൽ കയറി അങ്ങനെ നടക്കുകയാണ്. പിന്നെ ചിക്കൻ പൊരിക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി എടുക്കും, പച്ചമുളക് എടുക്കും. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കും. പിന്നെ അതിലേക്ക് കുരുമുളക് ഇടും, പിന്നെ മുളക് പൊടി ഇടും, മല്ലിപ്പൊടി ഇടും, മഞ്ഞൾപ്പൊടി ഇടും, ഒരല്പം ഉലുവാപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കും. പിന്നെ വേണമെങ്കിൽ കുറച്ച് 1-2 കൊച്ചുള്ളി ഇടാം, ഒരു പീസ് സവോളയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ മൊത്തം അങ്ങ് തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്നാൽ മതി. ഉച്ച ആയതേ ഉള്ളൂ, നമുക്കിപ്പോൾ തന്നെ ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, രാത്രി മതി. അപ്പം അങ്ങനെ നമ്മളൊന്ന് മസാലയൊക്കെ പുരട്ടി ഒന്ന് സുന്ദരനാക്കി വെച്ചിരുന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് മസാല അങ്ങ് പിടിച്ചിരിക്കുമല്ലോ. പിന്നെ ഇനി ഇത് പൊരിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പൊറോട്ടയല്ലേ വാങ്ങണത്, അതുകൊണ്ട് പുറത്തുനിന്നാണ് നമ്മൾ പോയി
ഇതിനിടയിൽ ഞാനും മൂത്തനാത്തൂനും കൂടെയൊക്കെ പോയി പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് കേശുവിൻ്റെ ചേട്ടന് ഇന്ന് ഫുൾ ടൈം ക്ലാസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരന് എന്ത് ക്ലാസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഒപ്റ്റോമെട്രിയുടെ ഒരു കോഴ്സും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒപ്റ്റിക്കൽ ഷോപ്പാണ് ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരന് ഇന്ന് ഫുൾ ടൈം ക്ലാസ് ഉണ്ട്. അപ്പോൾ ആൾ വരുമ്പോഴേക്ക് 4 മണിയെങ്കിലുമൊക്കെ കഴിയും. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എൻ്റെ തലയിലോട്ടായിരിക്കുകയാണ്. അങ്ങനെ ഇതാ വൈകുന്നേരമായി 4 മണിയായപ്പോഴേക്ക് നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ മാത്രമേ തീരുള്ളൂ, ഒരുപാടില്ലേ. അപ്പോൾ എൻ്റെ ഈ പുതിയ ഇരുമ്പ് ചട്ടി എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിയത് ഇൻസ്റ്റോൾമെൻ്റായിട്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ കൊണ്ടുവരും. ഞായറാഴ്ച ദിവസമാണ് വരണത്. അപ്പോൾ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയല്ല, ഞായറാഴ്ചയും മാസത്തിൽ 2 പ്രാവശ്യം വരുന്ന 2 ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ നിന്നാണ് കൂടുതൽ പാത്രങ്ങളൊക്കെ വാങ്ങിയത്. നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഈ ഇരുമ്പ് ചട്ടി ഞാൻ പറഞ്ഞു വിട്ട് വാങ്ങിയതാണ്. ഇനി എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ വാങ്ങി വെക്കണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നേ, മുള്ളുവാള കട്ട് ചെയ്യണ വീഡിയോ കണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം കമൻറ്റ് വന്നതാണ്. അതൊന്ന് ആ മുള്ളുവാള കട്ട് ചെയ്യണ വീഡിയോ ഇടണേ ചേച്ചിയെന്ന്. സത്യം പറഞ്ഞാൽ അന്ന് മുള്ളുവാള കിട്ടിയതിന് ശേഷം മുള്ളുവാള കാണാനേ ഇല്ലായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ കിട്ടിയത്. ഇപ്പോൾ കിട്ടിയപ്പോഴും ഞാൻ ആ കൊച്ചു പറഞ്ഞത് കൊണ്ടാണ് വാങ്ങി അത് കാണിച്ചു കൊടുത്തത്. എനിക്കറിയില്ല, ഞാൻ കാണിച്ചു കൊടുത്തത് പറയാണ്ട് പറ്റൂല. അമ്മയ്ക്ക് അറിയാവോ? എനിക്ക് ആ മുള്ളുവാള കട്ട് ചെയ്യാനായിട്ട് അറിയില്ലെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോഴേക്ക് ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷമായെന്ന് അറിയിച്ച്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ എന്നെക്കൊണ്ട് സാധിച്ച് അല്ലെ കാണിച്ച് തരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് ചെയ്തിരിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം പുള്ളിക്കാരി അറിയിച്ചപ്പോഴേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ പിന്നെ ഞാൻ പേര് പറയാത്തത് അതിൽ വരുന്ന പേരാണോ പുള്ളിക്കാരുടെ പേരെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ ആ മെയിൽ ID ഇപ്പോൾ നിങ്ങളുടെ പേരാണോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് പേരുകളൊന്നും പറയാത്തത്. എന്തായാലും ആ കൊച്ചിൻ്റെ സന്തോഷവും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴേക്കും നല്ല മെസ്സേജ് വഴി കമൻറ്റ് വഴി അറിയിച്ചപ്പോഴേക്കും എനിക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഒരു പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിയുടെ പേര് അതിൽ വരുന്ന ID-യിൽ വരുന്നത് മഞ്ജു എന്നാണ്. മഞ്ജു എന്നാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ മുള്ളുവാളയുടെ കാര്യം പറഞ്ഞ പുള്ളിക്കാരിയുടെ പേര് ബിന്ദു എന്നാണ് വരുന്നത്. അതും കറക്റ്റ് പേര് അതാണോ എന്ന് എനിക്കറിയില്ല. ആ മെയിൽ ID-യിൽ വരുന്നതാണ് ഞാൻ പറയണത്. മെയിൽ ID-യിലുള്ള അക്കൗണ്ടിൽ വരുന്ന പേര് അങ്ങനെയാണ്. അപ്പോൾ ഈ മലപ്പുറത്തുള്ള പുള്ളിക്കാരിയുടെ മോളാണ് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണതെന്നും മോൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ വീഡിയോസ് കാണാനെന്നൊക്കെ അറിയിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വലിയ ആൾക്കാരും മാത്രമല്ലല്ലോ, കൊച്ചു പിള്ളേരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നറിയുമ്പോഴേക്ക് അതെങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക്. അതുപോലെ തന്നെ കൊച്ചിയിലുള്ള ഒരു അമ്മയുണ്ട്. അമ്മയ്ക്ക് 70 വയസ്സായെന്നാണ് അമ്മ എൻ്റെ അടുത്ത് അന്ന് കമൻറ്റിലൂടെ പറഞ്ഞത്. അമ്മയുടെ പേരെനിക്കറിയില്ല, വിദ്യാവതി എന്നാണ് അതിൽ വരുന്നത്. അപ്പോൾ അതാണോ പേരെന്ന് അറിയില്ല. അപ്പോൾ അമ്മയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും അതും വലിയ സന്തോഷമാണ്. കാരണം 70 വയസ്സുള്ള അമ്മ തൊട്ട് ഇപ്പോൾ കൊച്ചു പിള്ളേർ വരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. കണ്ടിട്ട് നല്ല അഭിപ്രായം പറയണത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഒത്തിരി ഇഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും വീഡിയോസുകൾ എല്ലാവരും കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും മടിക്കാതെ തന്നെ പറയണം. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും പറയണം. അപ്പോൾ അതിൽ നിന്നൊക്കെയാണല്ലോ നമുക്ക് അറിയാൻ പറ്റുന്നത്. നമ്മൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ ചെയ്യണ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. എല്ലാം നമ്മളും അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടും കണ്ടും അറിഞ്ഞ അറിവുകളല്ലേ ഈ കാണിക്കണതും പറയണതും എല്ലാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ എല്ലാവരും ചായയൊക്കെ കുടിക്കുന്ന തിരക്കിലാണ്. അപ്പം ചിക്കനൊക്കെ പൊരിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കേണ്ടി വന്ന്. എന്തായിരുന്നാലും എല്ലാവരും കൂടെ കൂടുമ്പോഴേക്ക് ജോലി നീങ്ങണതും അറിയില്ല, ജോലി ചെയ്യാനായിട്ട് ഒരു മടിയും തോന്നില്ല. മൊത്തത്തിൽ ഒരു ഓളമാണല്ലോ വീട്ടിലെല്ലാ ആളാനൊക്കെ എല്ലാവരും ഉള്ളപ്പോഴേക്ക്. ഇനി ഇവരൊക്കെ പോയി കഴിയുമ്പോഴേക്ക് 2 ദിവസം കേശുവിന് ഒരു മൂകതയാണ്. നമ്മുടെ വീട് തന്നെ ഉറങ്ങിയതുപോലെ തോന്നും. മൊത്തത്തിൽ എല്ലാവരും കൂടെ വന്നൊരു ബഹളവും ഒക്കെ ആയിരുന്നിട്ട് പെട്ടെന്ന് എല്ലാവരും കൂടെ അങ്ങ് പോകുമ്പോഴേക്ക് ഭയങ്കര ശൂന്യതയാണ്. കുറച്ച് ഒരു 2 ദിവസത്തേക്ക് ഒരു മൂഡ് ഓഫ് പോലെയൊക്കെ തോന്നും. അങ്ങനെ ചിക്കൻ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ
പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആഹാരം കഴിക്കണം എന്നാണ് ഇപ്പോഴത്തെ ചിന്ത. അങ്ങനെ ഒരുവിധം ചിക്കനൊക്കെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ കൂടെ കുട്ടി പട്ടാളം വന്നിട്ട് ഓരോന്നായിട്ട് പറക്കിക്കൊണ്ട് പോണതുകൊണ്ട് അവർക്ക് ഉപ്പ് നോക്കാനെന്ന് പറഞ്ഞാണ് കൊണ്ടുപോണത്. അപ്പോൾ ഇനി രാത്രി ആകുമ്പോഴേക്കും ഇതിന് എന്തെങ്കിലും മിച്ചം ഉണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കും പിന്നെ ഉപ്പ് നോക്കണ്ടേ. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ സംഭവം എങ്ങനെയുണ്ട് കൊള്ളാമെന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി ഇതാ ഒരു പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പായസം കൂടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേമിയ മിക്സ് വാങ്ങിച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യണ ഒരു കുട്ടിയുണ്ട്, പാത്തു എന്നാണ് പേര്. പുള്ളിക്കാരി പന്തളത്തുള്ള ആളാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എന്തിനെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ആൾ ഉടനെ കമൻറ്റ് ചെയ്ത് ചോദിക്കും, ചേച്ചി ആ സ്ഥലം എവിടെയാണ്, അതെങ്ങോട്ടാണ് പോകാനുള്ളതെന്നൊക്കെ പുള്ളിക്കാരിയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓർമ്മിക്കുമ്പോഴാണ് ഓരോരുത്തർ പറയണത്. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യണവർ നമുക്ക് നല്ല നമ്മുടെ ആരൊക്കെയോ പോലെ തോന്നുമല്ലോ. അപ്പോൾ ഒരു ദിവസം ആ വീഡിയോസിൻ്റെ താഴെ ഇവരുടെ ഇന്ന് കമൻറ്റ് കണ്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്, അയ്യോ ഇവരൊന്നും വീഡിയോ കണ്ടില്ലേ എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ മാത്രം ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു സൂര്യ വിനോദമുണ്ട്. ഇവരുടെയൊക്കെ പേര് ഞാൻ ഇപ്പോഴും പറയുകയാണ്, പേര് അങ്ങനെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യണതൊക്കെ ഇവരൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ദീപാവലിയല്ല, നമ്മുടെ ന്യൂ ഇയർ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പടക്കം കമ്പിത്തിരി ഒന്നും ഞങ്ങൾ വാങ്ങിയതല്ല, തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ വാങ്ങിയതാണ്. ഞാൻ എപ്പോഴും പറയില്ല, ഞങ്ങളുടെ വീട് തൊട്ടടുത്തൊരു തമിഴ് ഫാമിലിയാണെന്ന്. അവർ വാങ്ങിയതാണ്. അപ്പോൾ അവർ വാങ്ങിയിട്ട് ഇന്നത്തേക്ക് വാങ്ങിച്ചതല്ല, അന്നെന്തോ വാങ്ങിയിട്ട് ബാലൻസ് വന്നതിനെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് അവരുടെ മോള് മലയ്ക്കൊക്കെ പോയിട്ട് ഹസ്ബൻഡും മോളും ഒക്കെ മലയ്ക്ക് പോയി ഇന്ന് വന്നതേ ഉള്ളൂ. ഇന്ന് വന്ന് അവർക്ക് പിന്നെ മാല ഊരൽ അങ്ങനത്തെ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇന്ന് ഇതിനൊന്നും സമയമില്ല. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം എടുത്ത് നമ്മുടെ കയ്യിൽ തന്ന് കമ്പവും കുറേ പടക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാനായിട്ട് എല്ലാ സംഭവങ്ങളും നനഞ്ഞു പോയെന്ന് വെച്ചാൽ നമ്മളീ പൊട്ടിക്കുമ്പോഴേക്ക് കമ്പിത്തിരിയൊക്കെ കുറേ തന്നാൽ അതിൽ കുറച്ച് മാത്രമേ പൊട്ടണുള്ളൂ. ബാക്കി കമ്പമൊക്കെ തന്നിട്ട് ഒരു രക്ഷയുമില്ല. ഒന്നും ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊട്ടലും ചീറ്റലും മാത്രമേ കേട്ട് അവിടെ നിൽക്കുകയാണ്. അല്ലാണ്ട് അതൊന്നും പടക്കം ആയിരുന്നാലും അങ്ങനെ തന്നെ ഒരു പടക്കം മാത്രമേ പൊട്ടിയുള്ളൂ, ബാക്കി ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിച്ച് 12 മണിയാകുമ്പോഴേക്ക് ഇതൊക്കെ പൊട്ടിക്കാമെന്ന്. അങ്ങനെ ഒരു ടെസ്റ്റ് ഡോസ് നോക്കിയപ്പോഴേക്ക് എല്ലാം പണിയിട്ട് ഇതാ കണ്ടില്ലേ കമ്പം എന്ന് പറഞ്ഞത്, അതങ്ങനെ ഒരു പൊട്ടലും ചീറ്റലും നടത്തിയിട്ട് അത് അവിടെ തന്നെ നിന്ന്. അപ്പോൾ രാത്രി ആയപ്പോഴേക്ക് അച്ഛനും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇനി നമുക്ക് ജോലികളൊക്കെ എല്ലാം കഴിഞ്ഞില്ലേ, അങ്ങനെ എല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇനി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ആഹാരം കഴിക്കണം. സന്തോഷമായിട്ട് 2023 പറഞ്ഞു വിടണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഈ മുറ്റത്തിരുന്നിങ്ങനെ വട്ടം കൂടി ഇരുന്നാണ് ആഹാരമൊക്കെ കഴിക്കണത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു റോഡാണല്ലോ. അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ എല്ലാവർക്കും കാണാൻ പറ്റും നമ്മളിവിടെ ഇരുന്ന് കഴിക്കണതും എടുക്കണതും അല്ല. അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് പ്രൈവസി വേണ്ടേ. ഒന്നാമത് ഇന്ന് ന്യൂ ഇയർ കൂടെ ആയതുകൊണ്ട് എപ്പോഴും പയ്യന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ എപ്പോഴും ആൾക്കാർ പോവുകയും വരികയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഗേറ്റിൻ്റെ ഓട്ടയെല്ലാം ഈ ബെഡ്ഷീറ്റ് കൊണ്ടങ്ങ് മറച്ച്, അപ്പം നമുക്ക് കുറച്ചൊരു പ്രൈവസി കിട്ടുമല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ രക്ഷയുള്ളൂ. അതൊരു രസം എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ക്ലീൻ ആക്കിയിട്ട് തോർത്തും ബെഡ്ഷീറ്റും ഒക്കെ വെച്ചിട്ട് ഗേറ്റ് ഫുൾ അങ്ങ് മറച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗേറ്റാണെങ്കിൽ വലിയ ഗേറ്റാണ്. ഇത്രയും വലുതാക്കിയാൽ മാത്രമേ നമ്മൾ കാർ അതിനകത്തോട്ട് കയറുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ വലുതാക്കിയതാണ്. ആദ്യം കുറച്ച് ചെറിയ ഗേറ്റായിരുന്നു, പിന്നെ കാറൊക്കെ എടുത്ത സമയത്താണ് ഗേറ്റ് വലുതാക്കിയത്. അപ്പോൾ ഇതിങ്ങനെ മടക്കി വയ്ക്കുന്ന ഒരു ഗേറ്റാണ്. അങ്ങനെ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴേക്ക് സാധന സാമഗ്രികളെല്ലാം കൊണ്ട് പുറത്ത് വെച്ച് ഇനി എല്ലാവരും കൂടെ അവിടെ വളഞ്ഞിരുന്ന് കഴിക്കണം. അപ്പോൾ ഇനി വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. ചിക്കനുണ്ട്, ബറോട്ടയുണ്ട്. നമ്മൾ ഗ്രേവി ഒന്നും ഉണ്ടാക്കിയില്ല, ചിക്കൻ പൊരിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഗ്രേവി നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് ഗ്രേവി തരണമെന്ന്. അങ്ങനെ പിന്നെ ബറോട്ടയുടെ കൂടെ മിക്കവാറും ഗ്രേവി കിട്ടുമല്ലോ, ആ ഗ്രേവി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കൂല, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മുട്ടക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാത്രിത്തെ വിഭവങ്ങൾ. കേശു ഭയങ്കര സന്തോഷമാണ്. കേശുവിന് എല്ലാവരും കൂടെ ഒത്തുകൂടണം ദിവസം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉത്സവമാണ്.
അവൻ അതിൻ്റെ ഇടയിൽ കിടന്ന് ചാട്ടവും ഓട്ടവും മേളവും പിന്നെ കുരുത്തക്കേട് ഓരോ ഇരട്ടയും കൂടെ ആവും. എന്ന് വിളിക്കാനേ സമയം കാണുള്ളൂ, കേശു 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 എന്ന്. അടി കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് കിടന്ന് വിളിച്ച് അവസാനമാകുമ്പോൾ എൻ്റെ വയറ് വരെ വേദനയായിരിക്കും. അങ്ങനെ എല്ലാവരും കഴിക്കാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വയസ്സൻ ടീമൊക്കൊന്നും തറയിലിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ പടിയിലാണ് ഇരിക്കണത്. അമ്മയും എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയും അച്ഛനും ഒക്കെ കണ്ടില്ലേ, അവർക്കൊന്നും ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് അവരെല്ലാം ആ പടിയിലങ്ങിരുന്ന് നമ്മളെല്ലാവരും തറയിൽ ചമ്രം പടഞ്ഞിരുന്നാണ് കഴിക്കണത്. പക്ഷെ എപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇരുന്ന് നിലത്തിരുന്നിട്ട് ചമ്രം പടഞ്ഞിരുന്ന് കഴിക്കണതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്നാണ് പറയാറ്. പക്ഷെ നമുക്കിപ്പോൾ ആ ഒരു ശീലമൊക്കെ മാറ്റി ഡൈനിങ് ടേബിളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ പ്രായത്തിൽ തന്നെ അങ്ങനെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാവരും ഹാജരായിട്ടുണ്ട്. ഇനി ആഹാരം കഴിക്കണം, അതാണ് അടുത്ത പരിപാടി. പിന്നെ ഇപ്രാവശ്യം എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായി. അതുകൊണ്ട് നമ്മൾ കുറേ ഗെയിമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഗെയിമൊക്കെ ഉണ്ടായിരുന്നു, ഗെയിമൊക്കെ കളിച്ചാണ് കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ ആഘോഷിച്ചത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മൾ മറന്നു പോകുമല്ലോ. ഇപ്പോൾ ഈ വീഡിയോസ് ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെയായിരുന്നു എന്നൊക്കെ കറക്റ്റായിട്ട് ഓർമ്മ വരുന്നത്. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് കളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ അതൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കി. കാരണം എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് ഓരോന്ന് പറഞ്ഞ് രസിച്ചൊക്കെ ഇരുന്നപ്പോൾ തന്നെ സമയം അങ്ങ് പോയായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങ് മടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് റീൽസൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് സമയം പോയെന്ന് അറിഞ്ഞില്ല. ഞാൻ പൊതിയാണെങ്കിൽ അമ്മ കഴിച്ചിട്ടൊന്ന് പോവാം കേട്ടോ. അനിമാമ ഇല്ല അല്ല വേറൊരാളുണ്ട്. അനി ഫോൺ എടുക്കണ്ടോ? എവിടെ ഇരുന്ന് കഴിയും. അങ്ങനെ എല്ലാവരുമായിട്ടിരുന്നുള്ള ആഹാരം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും പോവുകയാണ്. അവർക്കിനി അങ്ങ് താഴെ പോകണമല്ലോ. അപ്പോൾ അവരിനി അങ്ങ് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്ക് കേശു കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് അവർ പോയപ്പോഴേക്കും തിരിച്ചോടി വീണ്ടും അങ്ങ് വന്നിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് സമയം 12 മണിയായി. വെടിക്കിട്ടും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ ബൈപ്പാസിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര മേളമായിരുന്നു, വണ്ടിയും ബഹളമൊക്കെ ആയിട്ട്. അങ്ങനെ നന്ദുവും പിള്ളേരൊക്കെ കാണാനായിട്ട് പോയി, ഞങ്ങൾ പോയില്ല. പിന്നെ ലുലുവിലും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ ഒരുപാട് വെളിയിലോട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. ഒന്നാമത് ഡിസംബർ 31 ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ചുമ്മാ അതിൻ്റെ ഇടയിൽ കയറി കിടന്നിട്ട് നമ്മൾ അതിൻ്റെക്കാലം സമാധാനമായിട്ട് വീട്ടിൽ ഇരുന്ന് ആഘോഷിച്ചാൽ പോരെ. അതുകൊണ്ട് ഇനി ആ ഒരു ഡിസംബർ 31 2023 നമുക്ക് പ്രിയപ്പെട്ടതൊന്നും കൊണ്ട് പോകണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാത്തത്. എന്തായാലും തിരക്കും ബഹളമൊക്കെ ആണെന്നറിയാം. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് അങ്ങോട്ട് കയറി പോകണം, അതുകൊണ്ടാണ് പോകാത്തത്. അങ്ങനെ ലാസ്റ്റ് കേക്കും കൂടെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം സമാപിച്ച് കഴിഞ്ഞ് 2023 ഞങ്ങൾ പറഞ്ഞു വിട്ട് 2024 ഒരുപാട് പ്രതീക്ഷയോടെയും ഒരുപാട് നല്ലതായിരിക്കണേ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയാക്കണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടുകൂടി 2024 നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2024 ജനിച്ചതും ഇവിടെ ബഹളമൊക്കെ ആയി, കേക്ക് കട്ടയിലും കാര്യങ്ങളൊക്കെ ആയി. ഇനി കിടക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് എല്ലാവരും വീണ്ടും വന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ്. ഇനി ചെന്ന് കിടന്ന് ഉറങ്ങണം, അതാണ് അടുത്ത പരിപാടി. ഇപ്പം തന്നെ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. അതിനുശേഷമാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. ഇപ്പോൾ വിചാരിക്കുകയാണ് ഡിസംബർ 31 ശനിയാഴ്ച ആയിരുന്നെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ആർക്കും എങ്ങും പോകണ്ടായിരുന്നല്ലോ. 1 മണി 2 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങിയാലും 2 മണി വരെയൊക്കെ ഉണർന്നിരുന്നാലും പിറ്റേന്ന് റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടായിരുന്നല്ലോ.
പക്ഷേ ഇന്ന് അങ്ങനെയല്ല, നമുക്ക് നാളെ വർക്കിംഗ് ഡേ ആണ്, എല്ലാവർക്കും പോകണം. അപ്പോൾ പിള്ളേരൊക്കെ ഇതാ ഉറങ്ങിയിരുന്നൊക്കെയാണ് കേക്കൊക്കെ കഴിക്കണത്. പക്ഷെ നല്ല കേക്കായിരുന്നു കേട്ടോ, കിവി ഫ്ലേവർ ആയിരുന്നു. നല്ല കേക്കായിരുന്നു എന്ന് പറഞ്ഞാലും പ്ലം കേക്കിനോടുള്ള ഒരിഷ്ടം ഇതിൻ്റെ അടുത്തൊന്നുമില്ല. ഭയങ്കര ക്രീമല്ലേ, പിന്നെ പിള്ളേർക്ക് ഇതാണ് കൂടുതലിഷ്ടം. അങ്ങനെ 2024 ജനിച്ചിട്ടുണ്ട്. ഇനി 2024 എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് കുറേ സമയമെടുക്കും. വീണ്ടും എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴേക്ക് 2023 എന്ന് എഴുതുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.